വയലൻസ് ആണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വയലൻസിനുള്ള സാധനങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തത്. ആർട്ടിൽ ആക്ച്വലി ചെയ്തു വെച്ചേക്കുന്ന പണികളൊക്കെ ഭീകരമാണ്. ആ നൈഫിൽ മാത്രം അവർക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡിസൈൻ, അവർ എക്സാക്റ്റാണ് പറഞ്ഞ സാധനം അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൗതുകത്തിന് മാത്രമാകാൻ പാടില്ല, ക്യാഷ് വേണം, ഇല്ല കൗതുകം ഉണ്ടാവില്ല. സോ രണ്ടിനും ഒരുപോലെ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകണം. രംഗൻ ചേട്ടൻ ഇത്രയും സെറ്റപ്പ് ആവാൻ ഒരു കാരണം അണ്ണൻ്റെ സോഡ ഓപ്പണർ വെച്ചുള്ള ടൂളാണ്. ആ ടൂൾ ഉണ്ടാക്കിയ ആളാണ് ഇന്ന് നമ്മുടെ കൂടെ ചായ് കോഫിയുടെ ഫ്ലോറിലുള്ളത്. മാത്യു ബ്രോ, വെൽക്കം ടു ദ ഷോ. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. രംഗണ്ണൻ്റെ സോഡ ഓപ്പണർ വെച്ചുള്ള ടൂൾ അതെങ്ങനെയാണ് ഉണ്ടായത്? ഈ പ്രൊജക്റ്റ് വരുന്നത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ആൽവിൻ, ഞങ്ങൾ ലൂക്കയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആൽവിൻ ത്രൂ ആണ് പ്രൊജക്റ്റ് വരുന്നത്. ആൻഡ് അതിൽ പിന്നെ അശ്വിനിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ, നമ്മളൊരു ഗ്രൂപ്പായി ഇരുന്ന് തന്നെ, ആക്ച്വലി ഡയറക്റ്റ് ഇരുന്നിട്ടല്ല, പക്ഷെ നമ്മൾ ഗ്രൂപ്പായിട്ട് കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഒരു ഈവൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആക്ച്വലി ഇത് ആക്ച്വലി ഒരു നക്കിൾ വിത്ത് നൈഫ് എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ആദ്യം സോഡ ഓപ്പണർ ആയിരുന്നില്ല, ഒരു നക്കിൾസ് വിത്ത് ഒരു നൈഫ് അതിൽ വരുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിൽ ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ഈ ഓപ്പണറായി മാറിയത്. ആൻഡ് അതിലാണെങ്കിലും അത് മാത്രം, ആ നൈഫിൽ മാത്രം അവർക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡിസൈൻ, അവർ എക്സാക്റ്റാണ് പറഞ്ഞ സാധനം അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ വേറെയും നൈഫുകളും ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ലൈക്ക് എനിക്ക് സ്പേസ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ. ക്രിയേറ്റിവിറ്റി ചിന്തിച്ച് മറ്റേ നഞ്ചപ്പയുടെ കൊടയൊക്കെ, നഞ്ചപ്പയുടെ കൊടയുണ്ട്, പിന്നെ സ്പ്ലിറ്റ് ആകുന്ന ഒരു നൈഫ് ഉണ്ട്. ബാക്കി നൈഫ്സ് എല്ലാം ഒരു പാട്ടിലാണ് കാണിച്ചിട്ടുള്ളൂ. ആ ഒരു സീൻ തന്നെ എല്ലാവരും ടൂൾസ് ഉണ്ട് ആ സീനിൽ. ഒരു ആക്സ്, പിന്നെ 2 ബ്ലേഡുള്ള ഒരു നൈഫ്, ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ടൂൾസ് ഒക്കെ അതിൽ അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബ്രോ ഇപ്പോൾ ആക്ച്വലി ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു കൊളാബ് പോലെ ചെയ്ത്. ഞാൻ ഫ്രീലാൻസ് ആണ് ചെയ്യുന്നത്. അപ്പം ഞാനതിൽ മൂവീസിൽ സ്പെഷ്യൽ പ്രോപ്സ് മാത്രം. സ്പെഷ്യൽ പ്രോപ്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് അതിലും ഡമ്മീസ് ഉണ്ടാക്കാറില്ല, ഞാൻ ഒറിജിനൽസ് മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പം ഒരു മൂവിക്ക് നൈഫ് അല്ലെങ്കിൽ ഒരു സോഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറിജിനൽ തന്നെ ബ്ലേഡിൽ, മെറ്റലിൽ തന്നെ ബ്ലേഡ് സെറ്റ് ചെയ്ത് ഒറിജിനൽ നൈഫ് അല്ലെങ്കിൽ സോഡ് ഒറിജിനൽ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സോഡ ഓപ്പണറിന്റെ ടൂളും ഒറിജിനൽ നൈഫ് അത് നമ്മളൊരു, എനിക്ക് കറക്റ്റ് നമ്പർ ഓർമ്മയില്ല, എന്നാലും ഒരു 10 എണ്ണമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഒറിജിനൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു 4-5 എണ്ണം. പിന്നെ ആക്ഷന് വേണ്ടിയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് അലുമിനിയത്തിൽ ഉണ്ടാക്കി. പിന്നെ ബ്ലേഡ് ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ആക്ഷനിൽ ബ്ലേഡ് ഉള്ളതും ഇല്ലാത്തതും രജിസ്റ്റർ ആവില്ലല്ലോ. ഈ റൊട്ടേറ്റ് കറക്കാനും പിന്നെ പിടിക്കാനുള്ള ഗ്രിപ്പ് മാത്രം. പിന്നെ അതിൽ തന്നെ പല മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നൊരു 4-5 ടൈപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ സെയിം നൈഫ്. ആ സാധനം വെച്ച് മറ്റേ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതും അവർ പറയും ലൈക്ക് കറക്കി നോക്കാൻ പറ്റുമോ എന്നുള്ളത്, വെയിറ്റ് ബാലൻസ് കറക്റ്റ് ആവുന്നുണ്ടോ, ഇതെല്ലാം ചെയ്ത് നോക്കാൻ പറയും. ആക്ച്വലി അതിൽ ചെയ്ത എല്ലാ സാധനത്തിനും ഉണ്ട്. ഇപ്പോൾ ഒരു സീനിൽ ഒരു കോടാലി കൊണ്ട് ഒരു കബാബ് തിന്നുന്നൊരു സീനുണ്ട്. അപ്പോൾ അതവർ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു ചെയ്യിച്ചതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ലൈക്ക് ഇങ്ങനെ പിക്ക് ചെയ്ത് കഴിച്ച് കാണിക്ക് പറ്റുമെന്ന് ചോദിച്ചിട്ട്. ഫ്രൂട്ട്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ള ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചു. ഓക്കെ, അങ്ങനെയാണ് ആവേശത്തിൽ വർക്ക് ഉണ്ടായത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പടം ഇപ്പം നടിഗറാണെന്ന് തോന്നുന്നു അല്ലേ? നടിഗറിലും അടിപൊളി ടോവിനോടെ ഒരു സീൻ സൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഐഡിയ വന്നത്? ഐഡിയയും ലൈക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്തത് ഏക്തയാണ്, നടിഗറിൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തില്ല. അപ്പം അതും ആൽവിൻ ത്രൂ വന്ന വർക്കാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് നടിഗറിൻ്റെ വർക്ക് ചെയ്തത്. അതിൽ ആക്ച്വലി ഇതിൽ നമുക്കൊരു റെഫറൻസ് വന്നപ്പം റെഫറൻസിൽ കുറച്ച് മൂൺ നൈറ്റിൻ്റെ ഒക്കെ കുറച്ച് റെഫറൻസസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആക്ച്വലി അത് കാട് കയറി വേറെ വഴിക്ക് പോയി. പക്ഷെ എന്നിട്ട് അത് നമ്മൾ ജീനിനെ കൊണ്ട് കാണിച്ചപ്പോൾ അതിൽ ലൈക്ക് നമ്മൾ ചെയ്തതിൻ്റെ കുറേ കറക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. ഫസ്റ്റ് വണ്ണിൽ ഓൾമോസ്റ്റ് 90% നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. സെക്കൻഡ് വൺ അപ്രൂവ് ചെയ്തു. സോ നമ്മൾ സെക്കൻഡ് വണ്ണിൽ അത് ലെതറിൽ വരുന്നതാണ് അധികം അല്ലേ? നമ്മൾ ലെതർ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാൻവാസ്, പിന്നെ കുറച്ച് എന്താ ഏത് ടൈപ്പാന്ന് അറിയത്തില്ല, കുറച്ച് ഫാബ്രിക്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ സാധനങ്ങളുണ്ട്. ഒരു ചെറിയ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമായിട്ടൊരു ആണ് ഒരു വിജിലൻ്റെ ക്യാരക്ടർ
ഞാൻ മൂവി കണ്ടില്ല, അപ്പൊ എന്താണ് എക്സാക്ട്ലി എന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴും. മൂവിക്കകത്തെ മൂവിയിലെ ക്യാരക്ടറാണ്. അത് ഒരു സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട് ഉണ്ടായിരുന്നു. ഇതിലും ലൈക്ക് ഞാൻ യൂഷ്വലി ചെയ്തിരുന്നല്ലേ ഈ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് ആയതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് ഹെവി ആയിട്ട് അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഒരു കുറച്ച് സ്കെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇതില് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചതോ, എങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂംസ് ഒക്കെ ഡിസൈൻ ചെയ്യുക? സൂപ്പർ ഹീറോ അല്ലാതെ എനിക്ക് സ്വന്തം പ്രൊജക്ട്സ് 1-2 ആക്ച്വലി എൻ്റെ അത് കുറേ പ്രശ്നങ്ങൾ കാരണം എനിക്കങ്ങൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് കുറച്ച് സൂപ്പർ ഹീറോസ് അല്ല ആക്ച്വലി, കുറച്ച് വൈക്കിംഗ് ആ ഒരു സ്റ്റൈലിലോട്ടാണ് കുറച്ച് പുറകോട്ടാണ് വന്നത്. ഫിക്ഷൻ ടൈപ്സ് വരുന്നത്. അപ്പോൾ വെറൈറ്റി ടൂൾസ് അങ്ങനത്തെ സാധനം. എനിക്ക് മറ്റേ ചെറുപ്പം തൊട്ട് മറ്റേ സോർട്സ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗണ്ണ് ഉണ്ടാക്കൽ ഒറിജിനൽ പോസിബിൾ അല്ലല്ലോ, മെറ്റൽ കൊണ്ട് ഗണ്ണിന്റെ ഷേപ്പ് ഉണ്ടാക്കൽ പോലും പോസിബിൾ അല്ല, പക്ഷെ ഒരു സോഡ് ഉണ്ടാക്കൽ പോസിബിൾ ആണ്. സോ ബ്ലാക്ക് സ്മിത്തിങ് എന്താണെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം സ്വന്തം പ്രൊജക്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഒറിജിനൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. സ്വന്തം പ്രൊജക്ട് എന്ന് പറയുമ്പോൾ സ്റ്റോറി ലൈൻസ് ഒക്കെ, സ്റ്റോറി ലൈൻസ് ആയിട്ടൊന്നുമില്ല, എനിക്ക് ഷൂട്ടിനോടാണ് താല്പര്യം. കുറച്ച് ഷൂട്ട് പിന്നെ ഒരു ചെറിയൊരു, അപ്പോൾ അത് ഓണാവട്ടെ. പിന്നെ ഇതല്ലാതെ വേറെ ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ് ആണെങ്കിലും, ട്രാൻസിൽ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ട്രാൻസ് എൻ്റെ ഫസ്റ്റ് മൂവി. ഫസ്റ്റ് മൂവി ട്രാൻസ് ആണല്ലേ? ടെക്നിക്കലി പറയുമ്പോൾ ഫസ്റ്റ് മൂവി ട്രാൻസ് എന്ന് പറയാം. അതിന് മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് മൂവിയിൽ അവർ യൂസ് ചെയ്തില്ല. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് ട്രാൻസ് തന്നെ പറയുന്നത്. ട്രാൻസിൽ അജയേട്ടൻ വഴിയാണ് ഫിലിമിലെത്തിയത്, മലയാളത്തിൽ വന്നത്. അപ്പം അജയൻ ചാലിശ്ശേരി. അപ്പോൾ അജയേട്ടൻ അതിൻ്റെ ട്രാൻസിലുള്ളത് കാണാൻ പോലും ഇല്ല ആക്ച്വലി. തീരെ ചെറിയ ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നൊരു 2-3 സെക്കൻഡ്സ് മാത്രമേ ഫ്രെയിമിൽ വരുന്നുള്ളൂ. അതിൽ അത്ര ചെയ്തിട്ടുള്ളൂ. പിന്നെ വരത്തനിൽ സെക്കൻഡ് മൂവി വരത്തനായിരുന്നു. വരത്തനിൽ ആക്ച്വലി കുറച്ച് ഈവൻ അത് ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊപ്പാന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് അജയേട്ടൻ്റെ കൂടെ തന്നെ മാര, ചാർലിയുടെ തമിഴ്, അപ്പം അതിൽ പോണ്ടിച്ചേരിയിൽ അജയേട്ടനെ അസിസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം അവിടെ നിൽക്കുമ്പോഴാണ് വരത്തിൻ്റെ പോസ്റ്റർ റിലീസാകുന്നത്. സോ ഞാൻ നോക്കുമ്പോൾ പോസ്റ്ററിൽ ഞാൻ ചെയ്ത വർക്കൊക്കെ വന്നത് ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റിലുള്ള നൈറ്റ് ഗോഗിൾസ്. കഥ തിരിക്കുന്നത് തന്നെ അതാണ്. ഇമ്പോർട്ടന്റ് റോൾ ചെയ്ത ആളാ. അതോ എനിക്കറിയില്ല, ഇതിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നോട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞു, ഞാൻ അതിന്റെ 1-2 ഡമ്മി ഉണ്ടാക്കി കൊടുത്തു. അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ, ബാക്കി എന്താ കഥ എനിക്കറിയില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ് പടത്തില് അത് വന്നത്. സ്റ്റാർസിന്റെ കൂടെയാണ് ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. ഫഹദ്, ടൊവിനോ, പറയാ. വേറെ ഏതാണ് പടങ്ങള്? വേറെ അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറെ എണ്ണത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ചെറിയ ചെറിയ ലൂക്കയാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ഒരു മൂവിയിൽ. ഓഫ്കോഴ്സ് മാര കഴിഞ്ഞിട്ട്, മാര ആക്ച്വലി ഒരു 20 days എനിക്ക് അജയേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിനു മുമ്പ് ലൂക്ക സ്റ്റാർട്ട് ചെയ്തു. ലൂക്കയിൽ അനീസിനെ അസിസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങളൊരു 4-5 ആർട്ടിസ്റ്റുകളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ പറ്റിയുള്ള മൂവി ആയതുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 5 പേര് ആർട്ടിസ്റ്റുകൾ എന്നുള്ളൊരു ഒരു സെക്ഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 5 പേര്. രസമായിരുന്നു. ലൈക്ക് ഒരു ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഉണ്ടാക്കി തള്ളുന്നു. രാവിലെ പോവുക, ഉണ്ടാക്കുക. എനിക്കും തൊട്ടായിരുന്നു ഉണ്ടാക്കുക. ആൻഡ് ഫോട്ടോ കൊച്ചിയിലായിരുന്നു. അപ്പം മറ്റേ ഇതിൻ്റെ അകത്ത് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് അവൻ്റെ ഒരു ക്യാരക്ടറിൽ ഞാൻ ബാംഗ്ലൂർ ജീവിച്ചിരുന്ന അതേ സ്റ്റൈലിൻ്റെ ഒരു സാധനമാണ് പുള്ളിയുടെ ക്യാരക്ടറും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്ക്രാപ്പ് ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഒരു സ്ക്രാപ്പ് ഷോപ്പൊക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ലോട്ടറി അടിക്കുന്ന സ്ഥലമാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കിട്ടും. പബ്ബിലൊക്കെ നിങ്ങൾ വെക്കോ? ഞാൻ വലിയ സ്ക്രാപ്പ് കടയിലോ. എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് അതിനായിരുന്നു. ഇതില് കൊച്ചിയിൽ പ്രത്യേകിച്ച് ഫോട്ടോ കൊച്ചിയിൽ കിട്ടുന്ന ഐറ്റംസ് ഒന്നും ഈ സ്ക്രാപ്പിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് ഒന്നും വേറെ ഒരിടത്തും കിട്ടൂല. അവിടെ മറ്റേ ഈ ഫോട്ടോ കൊച്ചിയിൽ ഒരു കൾച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ അവിടെ പോയിട്ട് ശരിക്കും ഒരു 2-3 months മറ്റേ സ്ക്രാപ്പ് ഷോപ്പ് സ്ഥിരം എന്നും പോകുന്നു. ഡെയിലി രാവിലെ പോകുന്നു, 2 സാധനം എടുത്തിട്ട് വരുന്നു, പണിയെടുക്കുന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും പോകുന്നു, എന്തെങ്കിലും എടുത്തിട്ട് വരുന്നു, പണിയെടുക്കുന്നു. നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയതായിരുന്നു. വേറെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടത്തിന്റെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ തോന്നിയത് ഇന്ത്യൻ 2-ല് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഇന്ത്യൻ 2-ല്
ഒരു നൈഫ്, ആ കമൽഹാസൻ ക്യാരി ചെയ്യുന്ന നൈഫും ബെൽറ്റും കൂടിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ട്രെയിലർ വന്നപ്പം എനിക്കറിയില്ല ഞാൻ ചെയ്തതാണോ എന്ന്. ഒരു കുറേ വർഷമായി, 2017 എന്തോ തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തത്. 2017 അതിന്റെ തുടങ്ങിയായിരുന്നല്ലേ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ? 17 അല്ലെങ്കിൽ 18. ഞാൻ 2019 ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂരിലുള്ളപ്പോഴേ, ഞാൻ 19 ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ അതിന് മുമ്പുള്ള പണിയാണ്. അവിടെ നിന്നാണ് ചെയ്തത് എൻ്റെ വേണ്ടി. ഓക്കെ, പിന്നെ പറഞ്ഞ ബാറോസ് ചെയ്തെന്ന് പറഞ്ഞു. ബാറോസ് എങ്ങനെയായിരുന്നു ലാലേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? ലാലേട്ടൻ്റെ കൂടെ എക്സ്പീരിയൻസ്, ലാലേട്ടനെ അങ്ങനെ അധികം കാണുന്നില്ല. ഞാൻ ക്യാമറയുടെ പുറകോട്ട് പോകില്ല. എനിക്ക് ടേക്ക് പോകുന്നതിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റഷാണല്ലോ അവിടെ. ഫ്രെയിമിലാണോ നിൽക്കുന്നത്, ഈ സാധനമൊക്കെയാണ്. അപ്പോൾ എനിക്ക് ആ വഴിക്ക് പോകുന്നത് താല്പര്യമില്ല. സോ നമ്മൾ നവോദയ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്തത്. സ്റ്റുഡിയോയിൽ തന്നെ സെറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ വലിയ സെറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് വർക്ക്ഷോപ്പായിട്ടൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടീമുകൾക്കും സെപ്പറേറ്റ് വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സ്പെഷ്യൽ പ്രോപ്സിൻ്റെ ഒരു ടീം, നമ്മളൊരു 4 പേര് സ്ഥിരമായിട്ട് ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, തിഷാൻ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ 2 പേരും സ്ഥിരം ടീമുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആളെ ആവശ്യം വരുമ്പോൾ ഹയർ ചെയ്യും, പണി ചെയ്യുമ്പം പറഞ്ഞു വിടും പരിപാടിയായിട്ട്. അപ്പോൾ അതിൽ അങ്ങോട്ട് പോകുന്നില്ലാത്തതുകൊണ്ട് ലാലേട്ടൻ്റെ അധികം കാണുന്നില്ല. പക്ഷേ അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര മാസമായിരുന്നു? ഞാനൊരു 10 months ബാറോസിന് വേണ്ടി 10 months ബാറോസിന് വേണ്ടി. അപ്പോൾ ഹൈപ്പ് വെറുതെ അല്ല, അത്യാവശ്യം ഉണ്ട് എന്നാണ്. ആർട്ടിൽ ആക്ച്വലി ചെയ്തു വെച്ചേക്കുന്ന പണികളൊക്കെ ഭീകരമാണ്. ഭീകര വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത വർക്കും കൂടെയാണ്. ഞാനിപ്പം പറഞ്ഞ പോലെ ഷോർട്സ് ഒക്കെ ഉണ്ടാക്കി കുറേ കാലമായിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന കുറേ സാധനങ്ങൾ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് വേണ്ടത് ഇത് തന്നെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അർമാദിച്ചു. ആൻഡ് ഇപ്പം ഫുൾ ടീമുണ്ട്. ഇപ്പം കാർപ്പൻറ്റേഴ്സ് ആണെങ്കിലും വെൽഡേഴ്സ് എല്ലാം ഫുൾ ടീമുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ മൊത്തം ഞാനിരുന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു സോഡ് വേണമെങ്കിൽ അതിൻ്റെ ബ്ലേഡ് നേരെ വെൽഡറിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൽ സ്പെസിഫൈ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ടീമുകളുണ്ട്. അപ്പോൾ ഇവരുടെ കൊണ്ടേ കൊടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ബ്ലേഡ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്ലേഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുന്നു. പിന്നെ ബാക്കിയുള്ള പണികൾ മാത്രം ഞാൻ ചെയ്താൽ മതി. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വർക്കായിരുന്നു. ബാറോസ് മൊത്തത്തിൽ ആർട്ട് പരമായിട്ട് ഒരു ഗ്രാൻഡ് പരിപാടിയാണ്. ഓക്കെ, അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ എല്ലാം കഴിഞ്ഞ് വർക്ക് കംപ്ലീറ്റ് ആയതാണല്ലേ? ആണെന്നാണ് എനിക്ക് വിശ്വാസം. എനിക്ക് കൃത്യം അറിയില്ല. ഈ അടുത്തെന്തോ ഓണത്തിന് റിലീസ് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്തത് അത് തന്നെയാണോ? അല്ല, അത് കഴിഞ്ഞിട്ടാണ്, ബാറോസ് കഴിഞ്ഞിട്ടാണ് ആവേശവും നടികറും ഒക്കെ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നെടുലാൻ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തായിരുന്നു. മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടോയെന്നില്ല, എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, പിന്നെ ബോസ് ആൻഡ് കോ ആയിരുന്നു തോന്നുന്നു. മാർക്കോ ചെയ്തു. പിന്നെ ഇപ്പം മാർക്കോ ഏറ്റവും ലാസ്റ്റ് വർക്ക് ചെയ്തത് മാർക്കോ ആണല്ലേ? മാർക്കോ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കോ ഷൂട്ട് കഴിഞ്ഞ മാസം എന്തോ സ്റ്റാർട്ട് ചെയ്തത്, 3-ാം തീയതി എന്തോ സ്റ്റാർട്ട് ചെയ്തത്. മാർക്കോ ഉണ്ണിമൂന്തൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഭയങ്കര വയലന്റ് പടമായിരിക്കും. അവരും എന്നോട് പറഞ്ഞത് തന്നെ, ഭയങ്കര വയലൻസ് ആണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വയലൻസിനുള്ള സാധനങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇച്ചിരി കുത്തും കീറൊക്കെ ആയിരിക്കും മൊത്തം അതാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ബ്രോനെ പറ്റി റിസർച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതിന് ഇത്രയും ഡെപ്ത് ഉണ്ട്. ഇതിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ചെയ്യുന്നതല്ല, സ്പെഷ്യൽ പ്രോപ്സ് വേറെ പരിപാടിയുണ്ട്, ഇതിന് ഇത്രയും ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. അപ്പം ബ്രോ എങ്ങനെയാണ് ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയത്? ഇതിൽ ഞാൻ ബാംഗ്ലൂർ BFA ഫൈൻ ആർട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരാണ് ഫൈൻ ആർട്സ് ചെയ്തത്. അപ്പം ചെയ്യുന്ന സമയത്ത് എൻ്റെ കോളേജ് ഒട്ടും സ്ട്രിക്റ്റ് അല്ലായിരുന്നു. നമുക്ക് ഫ്രീ ടൈം ആയിരുന്നു, മൊത്തം ഫ്രീ ടൈം ആയിരുന്നു. ആൻഡ് എക്യുപ്മെൻറ്റ്സ് എല്ലാം, മെഷീൻസ് സാധനങ്ങളെല്ലാം ഇവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഇവർ മറ്റേ പഠിപ്പിക്കുകയൊന്നുമില്ല, എല്ലാം അവിടെ ഇരിപ്പുണ്ട്. താല്പര്യമുള്ള പഠിച്ചാൽ മതി എന്നുള്ള സ്കീമാണ് ഇവർക്ക്. അപ്പോൾ ഈ ഒരുപാട് ഫ്രീ ടൈമും ഉണ്ട്. ആൻഡ് എനിക്ക് മറ്റേ സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു ആ ടൈമിൽ. സോ ആൻഡ് സ്വന്തമായിട്ട് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും വന്ന സമയമാണ്. അപ്പം ഞാൻ മറ്റേ യൂട്യൂബിൽ കയറിയിട്ടങ്ങ് ഇരുന്ന് നിരങ്ങി, വെറുതെ യൂട്യൂബിൽ കയറിയിരിക്കുക. അപ്പോൾ അങ്ങനെ കുറേ സാധനം കണ്ട് പഠിച്ച്, കണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ട്. ആൻഡ് നോക്കുമ്പം എൻ്റെ കോളേജിൽ മെഷീൻസ് ഇരിപ്പുണ്ട്, ഒന്ന് തപ്പുവാണെങ്കിൽ വേണമെങ്കിൽ മെറ്റീരിയൽ അവിടെ നിന്ന് കിട്ടും. സോ അങ്ങനെ
ചെയ്ത് നോക്കി ഇവിടെ വരെ എത്തി. സോ കോളേജിൽ പോയിട്ട് മുതലാക്കിയ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എൻ്റെ കോളേജ് മുതലാക്കിയ മെഷീൻസിനെ മുതലാക്കിയ ഒരേ ഒരു വ്യക്തി ചിലപ്പോൾ എൻ്റെ ബാച്ചിൽ കാണുള്ളൂ. അങ്ങനെയാണ് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വന്ന് ചെയ്തു തുടങ്ങിയത്. ഇതിലോട്ട് വന്നതിലിപ്പം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അന്ന് ഇൻട്രസ്റ്റ് തോന്നിയ സാധനം ലെതറായിരുന്നു. അപ്പം സ്റ്റിച്ചിങ്ങിനോട് ഒരു സമയത്ത് ഒരു കൗതുകം തോന്നിയിട്ട് ചെറുപ്പത്തിലും ചെയ്യുമായിരുന്നു. ചുമ്മാ ഡ്രസ്സിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഴയ ജീൻസ് വെച്ചിട്ട് ചുമ്മാ ഒരു ബാഗ് തയ്ച്ച് നോക്കി. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട് എനിക്ക് ലെതർ വാങ്ങിച്ചു തന്നു. അപ്പോൾ ഞാൻ പിന്നെ ലെതറിൽ പരീക്ഷ നോക്കി കഴിഞ്ഞപ്പോൾ കൊള്ളാൻ പരിപാടി. ഞാനൊരു 4 വർഷം 5 വർഷം ലെതർ ആക്സസറീസ് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹെൽമെറ്റ് ലെതറിൽ. ഇത് പ്ലാസ്റ്റിക് ഹെൽമെറ്റ് ആണ്. ഇത് നോർമൽ പ്ലാസ്റ്റിക് ഹെൽമെറ്റ് ആണ്. അതിന്റെ പുറത്ത് ആദ്യം അതിൽ ലെതർ റാപ്പ് ചെയ്തിട്ട് ബീഡിങ് സ്റ്റിച്ച് ചെയ്തതാണ് ഈ ഇത് വരുന്നത് അല്ലേ? അത് കൈ കൊണ്ട് തയ്ച്ച ഹാൻഡ് സ്റ്റിച്ച്ഡ് ആണ്. എന്നിട്ട് ഈ ആർട്ട് വർക്ക് അതിന്റെ പുറത്ത്. അതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അർജുൻ പ്രകാശ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കോളേജ് സീനിയർ ആയിരുന്നു, എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ഇതൊരു വെയിൻസ്, ഇവിടെ ഒരു വെയിൻസ് സാധനമൊക്കെ കൊടുത്തു. അത് ആക്ച്വലി ആ സ്ട്രെച്ച് ചെയ്ത് ഒട്ടിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ വരുന്നതാണ്. അതിനെ ഞങ്ങൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. പക്ഷെ ഇത് വേറെ തന്നെ ഒരു ലക്ഷറി ഹെൽമെറ്റിന്റെ ഒരു ഫീല് വന്നു ഇതിന്. നമ്മൾ ആ ബ്ലാക്ക് ഹെൽമെറ്റ് ആണ് സാധാ കിട്ടുന്നത് നമുക്ക് അല്ലേ? ഇത് ആ വരച്ചിരിക്കുന്ന പൈറോഗ്രഫി എന്ന് പറയും, എൻ്റെ ഫ്രണ്ട് ചെയ്തതാണ്. പൈറോഗ്രഫി പറയുമ്പോൾ ഹീറ്റ് വെച്ച് ബേൺ ചെയ്തിട്ട് ഈ സോൾഡറിങ് ആൻഡ് മെഷീൻ പോലെ തന്നെ ഒരു മെഷീൻ വാങ്ങിക്കാൻ കിട്ടും. അതിൽ പല ഷേപ്പിലുള്ള ടിപ്പുകളും ഉണ്ട്. നമുക്ക് ബ്രഷിൻ്റെ പോലെ തന്നെ പല ഷേപ്പിലുള്ള കിട്ടും. നമുക്ക് ഷെയ്ഡ് എല്ലാം ചെയ്യാൻ പറ്റും അതിൽ. അങ്ങനെ വരച്ചതാണ്, ചെറിയ പരിപാടിയല്ല, നല്ല പരിപാടിയാണ്. അവനെ കൊണ്ടേ പറ്റുള്ളൂ. ഇതുപോലെ സ്വന്തമായിട്ട് വേറെ സാധനങ്ങൾ ചെയ്യാറുണ്ടോ? സ്വന്തമായിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും സ്വന്തം യൂസിന് വേണ്ടിയാണ് ചെയ്തു തുടങ്ങിയത്. ലെതറിൻ്റെ മാത്രമല്ലായിരുന്നു, ബാക്കി എല്ലാ പരിപാടികളും ഞാൻ സ്വന്തം യൂസിന് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. ജ്വല്ലറീസ്, ഓർണമെൻറ്റ്സ് എല്ലാം സ്വന്തം പരിപാടിക്ക് വേണ്ടിയാണ് ചെയ്തു തുടങ്ങിയത്. അപ്പം ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എവിടുന്നേലും ഒരു എൻക്വയറി വരും. പിന്നെ വീണ്ടും ഒരു എൻക്വയറിയും കൂടെ ഒന്ന് ചെയ്യുമ്പം ലൈക്ക് ഓക്കെ വൈ നോട്ട് ചെയ്ത് തുടങ്ങാതെ വിചാരിക്കുക. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ സ്വന്തം ചെയ്തതാണ്. ഇതൊക്കെ സ്വന്തം രാജമുദ്രയുള്ള മോതിരം. എന്തായിരുന്നു മോതിരത്തിലുള്ള സാധനം? അതൊരു അല്ല, അതൊരു കോയിനാണ്. ഇതൊരു മലേഷ്യൻ കോയിനാണ്. ഞാനിതിനെ ജസ്റ്റ് ആ കോയിൻ അതിൽ ആ ഷേപ്പിലോട്ട് ബ്രേസ് ചെയ്ത് വെച്ചത്. എന്നിട്ട് അത് റിംഗ് ആക്കി. ഈ 2 രൂപയുടെ കോയിനൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? 2 രൂപയുടെ സ്റ്റീലല്ലേ, ഇത് ബ്രാസ് തന്നെ. സ്റ്റീലും പറ്റുമായിരിക്കും. ഈ നെയിലിന്റെ സംഭവം ഇതും മെറ്റൽ തന്നെയാണ്. ഇത് ഞാൻ ബ്രാസിൽ ചെയ്തതാ. ഇത് അല്ലാതെ നെയിൽ പോളിഷ് അല്ല. ഇത് മെറ്റലാണ്. അപ്പോൾ അതെങ്ങനെയാ അപ്പോൾ നഖത്തില് നമ്മൾ ചെയ്യുന്നത്? ഇത് ഞാൻ ആദ്യം എൻ്റെ ഫിംഗർ നെയിലിൻ്റെ ഒരു പാറ്റേൺ എടുത്തിട്ട് ഞാൻ മാനുവലി ബെൻഡ് ചെയ്ത് ചെയ്തതാണ്. സ്റ്റിക്ക് ചെയ്യും. എന്നിട്ട് ഒരു സ്റ്റിക്കർ വാങ്ങിക്കാൻ കിട്ടും, ആർട്ടിഫിഷ്യൽ നെയിൽസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫിക്സ് ചെയ്തേക്കുന്ന സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. വേറെ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായും ഇല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൽ ഞാൻ പതിയെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് എല്ലാവരുടെയും നെയിൽസിന് യൂണിക് ഷേപ്പ് ആയിരിക്കുമല്ലോ. സോ എനിക്ക് ചുമ്മാ ഒരെണ്ണത്തിന് 2 എണ്ണം ഉണ്ടാക്കിയിട്ട് കൊണ്ട് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റില്ല. സോ ഓർഡർ എടുത്ത് കസ്റ്റമൈസ് ചെയ്യാൻ മാത്രമേ പോസിബിൾ. അപ്പോൾ അവരുടെ നെയിലിൻ്റെ നമ്മൾ എടുത്തിട്ട് അതിനനുസരിച്ച്. അപ്പോൾ ഗൈസ് വെറൈറ്റി സാധനം ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. നമുക്ക് ക്യാമറക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കുക? ഇതാണ് സാധനം. ഏത് മെറ്റലാണ് വർക്ക് ചെയ്യാൻ ഏറ്റവും? ഞാൻ കോപ്പറിലായിരുന്നു കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ അടുത്താണ് ബ്രാസിലോട്ട് കയറിയത്. അത് ബറോസ് കഴിഞ്ഞിട്ടാണ് ബ്രാസിലോട്ട് ഇത്രയും. ബ്രാസാണ് നമുക്ക് ഓർണമെന്റ്സിനൊക്കെ. പിന്നെ കോപ്പർ പെട്ടെന്ന് ഓക്സിഡൈസേഷൻ നടക്കും, കളർ പെട്ടെന്ന് മാറും. പിന്നെ കോപ്പറിൽ മറ്റേ സ്കിന്നിൽ നമുക്ക് ക്ലാവിൻ്റെ കളർ കയറും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇത് ബ്രാസ് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആണ്. വർക്ക് ചെയ്യാൻ എളുപ്പം ബ്രാസ് തന്നെയാണോ? എനിക്ക് കോപ്പറാണ് വർക്ക് ചെയ്യാൻ സുഖമല്ലേ? പക്ഷെ യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ബ്രാസ് ആണ് വരുന്നത്. എനിക്ക് ഇപ്പോഴും കോപ്പർ തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ ബ്രാസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതൊരു കോപ്പറിന്റെ ഗ്ലാസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കോപ്പറിന്റെ ബിയർ മഗ് ഉണ്ടാക്കുന്നുണ്ട്.
ആണോ? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ okay. വേറെ ഇപ്പോൾ ബിയർ മഗ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ വേറെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്? ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലീ മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് ഫ്ലീ ആണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ബാംഗ്ലൂർ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ ഒന്നും സെറ്റ് ആയിട്ടില്ല. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഇപ്പം എന്തൊക്കെയാണ് പ്രോഡക്ട്സ്? അതിൻ്റെ അകത്ത് കുറേ ബാംഗിൾസ് ഉണ്ട്, കുറച്ച് പിന്നെ പെൻഡൻസ് ഉണ്ട്, പിന്നെ ഹെയർ പിന്ന്, ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാംഗിൾസ് ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു പരിപാടി ഒരു ക്യാമ്പ് സ്റ്റേ വട്ടവടയിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനും എൻ്റെ കസിൻസും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ഡിസംബർ 30th ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഡിസംബർ 30th തുടങ്ങിയത്. ഓക്കെ, എവിടെയാണ് എക്സാക്ട്ലി? വട്ടവടയിൽ ചിലന്തയാർ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ് കിടിലൻ സ്പോട്ടാണ്. ഒരു കിടിലൻ സ്പോട്ടാണ്. നമുക്ക് മറ്റേ വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. മൊത്തം വെള്ളച്ചാട്ടമാണ്, ഏത് ഡയറക്ഷനിൽ പോയാലും വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്. നൈസ് വൈബാണ് പോയി ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നത്. പിന്നെ വട്ടവട ഇപ്പോൾ എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക്കായി മാറിയിട്ടുണ്ട്, വഴിയും ഇതിനൊക്കെ ആയിട്ട്. എന്നാലും വണ്ടികളെത്തും, പിന്നെ ജീപ്പ് അവൈലബിൾ ആണ്. സോ അങ്ങനെ എത്താം. എൻ്റെ ക്യാമ്പിൻ്റെ മൊത്തം ആസ്തറ്റിക്സ് പരിപാടിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാനും എന്തായാലും ഒരു നമ്മളതിൽ ഞാനൊരു 6 മാസം പണിയെടുത്തായിരുന്നു. 6 മാസം അവിടെയായിരുന്നു. നല്ല പണിയെടുത്തിട്ടുണ്ട്. 6 മാസം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു സ്ഥലം എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പം നമ്മളൊരു 1 വർഷത്തോളം അതിൽ പണിത് നല്ല പണിയെടുത്തിട്ടുണ്ട്. ഒരു കാടായിരുന്നു നമ്മളെടുക്കുമ്പം, അതിൻ്റെ അകത്ത് ഒന്നും കാണത്തില്ലാത്ത പോലെ കാടായിരുന്നു. നല്ല പണിയെടുത്തിട്ടുണ്ട്. ഇപ്പം അതൊരു കിടിലൻ സ്പോട്ടായി മാറിയിട്ടുണ്ട്. വന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം. അതെ അതെ, വരാം, ഞാൻ വരും. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്രോ ഇപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രോക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിപ്പോൾ അതിൻ്റെ എന്താണ് ഔട്ട്കം എന്നൊന്നും നോക്കാറില്ല. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ചെയ്യേണ്ടിയിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ നേരത്തെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്നെ സെല്ല് ചെയ്യാനുള്ള സ്കില്ല് ഭയങ്കര ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ ആ സൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുമില്ല. സോ ലൈക്ക് ഒരു പീരീഡിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ലൈക്ക് മണി ഇമ്പോർട്ടൻ്റ് അല്ല, മണി ഓൾവേസ് സെക്കൻഡറി ആണെന്നത് മാത്രം ചിന്തിച്ചിരുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ലൈക്ക് എനിക്ക് ഒരു സമയമായപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇപ്പം എൻ്റെ സ്വന്തം പ്രൊജക്റ്റാണെങ്കിലും എന്തുകൊണ്ട് സ്റ്റക്കായി നിൽക്കുന്നു, ബിക്കോസ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ല, അത് എക്സിക്യൂട്ട് ചെയ്യാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു തോന്നലാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പം പാഷൻ്റെ മാത്രം പറയാൻ പോരുന്നേ ഞാൻ പറയുള്ളൂ. ലൈക്ക് പാഷനെ കളയാൻ പാടില്ല, ഈ സാധനങ്ങളെ കൊണ്ടു നടക്കണം. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യമാണ്, ലൈക്ക് ഞാനിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നോക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കൗതുകം കളയരുതെന്ന് മാത്രം. ഇവൻ ഞാൻ ഈ തൊട്ട് മുമ്പ് പറഞ്ഞ ഡയലോഗിലാണെങ്കിൽ പോലും ക്യാഷ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ വന്നാലും അതിനെ മറ്റേ കൗതുകത്തിനെ കളഞ്ഞിട്ട് ഒരിക്കലും ക്യാഷിൻ്റെ പുറകെ പോകാനും പാടില്ല. ഇത് രണ്ടിനെ ഒരുപോലെ കൊണ്ടു നടക്കണം, ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ലൈക്ക് കൗതുകത്തിനെ മാത്രമാവാൻ പാടില്ല, ക്യാഷ് വേണം, ഇല്ല കൗതുകം ഉണ്ടാവില്ല. സോ രണ്ടിനെ ഒരുപോലെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. അതോടുകൂടി നമ്മുടെ ഇന്റർവ്യൂ അവസാനിക്കുന്നു. എന്തായാലും വന്നതിൽ ഒരുപാട് താങ്ക്സ്. നമുക്ക് ഇങ്ങനെ സബ്ജക്റ്റിനെ പറ്റി ഒരുപാട് അറിയാൻ വേണ്ടി പറ്റി. ബ്രോ എന്താ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എത്തട്ടെ, ആ പ്രൊജക്റ്റ് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.